വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ ടൗണുകളിലെ ജനങ്ങൾക്ക് സംഭവിച്ചത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം അതൊരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ അല്ലായിരുന്നു. രാവിലെ 1 മണിക്കും 4 മണിക്കും എന്നിങ്ങനെ 2 വട്ടമാണ് ഈ ഗ്രാമങ്ങളിൽ ഉരുൾപൊട്ടൽ ആഴ്ന്നിറങ്ങിയത്. ഏകദേശം 90% പോപ്പുലേഷനും തുടച്ചു നീക്കപ്പെട്ടു. മഹാദുരന്തം. ഈ സംഭവിച്ചത് നാളെ നമുക്കും സംഭവിച്ചേക്കാം. ഒരിക്കലും നമ്മൾ സേഫ് സോണിലല്ല. കാരണം പ്രകൃതി അത്രമേൽ ക്ഷമ കിട്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കേണ്ടതും ശപിക്കേണ്ടതുമായ വ്യക്തികളുണ്ട്. നമ്മൾ ക്ഷമാപണം നടത്തേണ്ട വ്യക്തിയുടെ വാക്കുകളാണ്. പശ്ചിമഘട്ടം മൊത്തത്തിൽ നശിച്ചിരിക്കുന്നു. ഇനിയും കരുതലെടുത്തില്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് മഹാദുരന്തമാണ്. നിങ്ങൾ കരുതുന്ന പോലെ അതിന് യുഗങ്ങൾ വേണ്ട, 4-5 വർഷം മതി. ഞാനും നിങ്ങളും അതിന് സാക്ഷ്യം വഹിക്കും. അപ്പോൾ മനസ്സിലാകും ആരാണ് കള്ളം പറയുന്നത്, ആരാണ് പേടിക്കുന്നത് എന്ന്. ഇത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകളാണ്. പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. ആദ്യം പശ്ചിമഘട്ടം എന്താണെന്ന് അറിയണം. 1600 കിലോമീറ്റർ 6 സ്റ്റേറ്റ്സിൽ നീണ്ടുകിടക്കുന്ന മലനിരകളാണിവ. മിനറൽസും ജൈവ വൈവിധ്യവും കൊണ്ട് സമ്പന്നമാണിവിടം. ഇതൊരു എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ അഥവാ പരിസ്ഥിതി ലോല പ്രദേശവുമാണ്. മാധവ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ വെസ്റ്റേൺ ഗാഡ്സിന്റെ 64% എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആയി കണക്കാക്കി. അദ്ദേഹം ഈ പ്രദേശത്തെ 3ആയി തരംതിരിച്ചു. എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, സോൺ 2, സോൺ 3. ഖനനം, പാറ പൊട്ടിക്കൽ, മണ്ണെടുക്കൽ, പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസിന്റെ പ്രവർത്തനം, ഡാം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നിർമ്മാണം, റെയിൽവേ ലൈൻ, ഹൈവേ നിർമ്മാണം, കൃഷി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നിവയ്ക്കൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സോൺ 1ൽ ഒട്ടും പാടില്ല. സോൺ 2വിൽ ജനങ്ങളുടെ അഭിപ്രായത്തോടെയാകാം. സോൺ 3ൽ കുറച്ച് നിയന്ത്രണങ്ങളോടെയാകാം എന്നായിരുന്നു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ പബ്ലിഷ്മെന്റ് തടസ്സപ്പെട്ടു. വീട്, കൃഷി എല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. വൻകിട മാഫിയകളും അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ റിപ്പോർട്ടിനെ ഭയന്നു. മണ്ണിൽ പൊടിയിടാനായി അടുത്ത കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. കെ. കസ്തൂരിരംഗൻ കമ്മിറ്റി. എല്ലാ നിയന്ത്രണങ്ങളും ഇളവ് ചെയ്തു. പക്ഷെ ആർക്ക് പോയി? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് പോയി. വമ്പൻ സ്രാവുകൾ ഇന്നും നീന്തി തിമിർക്കുന്നു. ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ അല്ലാത്തടത്ത് ഇന്നത് സംഭവിച്ചെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കും. ഈ പറഞ്ഞ പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല, 4-5 വർഷങ്ങൾ മതി. അതിനാൽ മനുഷ്യകുലമേ, പ്രകൃതിയെയും പരിസ്ഥിതിയെയും മറന്ന് ജീവിക്കാതിരിക്കുക.